ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്നു. പിതാവിനോട് ശ്രദ്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിഗത കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവെ അനേകം ആൾക്കാർ കർത്താവിന്റെ വേരയിൽ ശക്തിപ്പെടാനുള്ള കൃപ കൊടുക്കുന്നവർ നമ്മൾ പറയും. എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. UK, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക, ഏഷ്യൻ കൺട്രീസ്, ഇന്ത്യ, കേരള, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സംസ്ഥാന, എല്ലാ പ്രോവിൻസുകളിലും ആയിരിക്കുന്ന ആൾക്കാരെ ദൈവ രാജ്യത്തിന് വേണ്ടി അങ്ങ് ഉപയോഗിക്കുന്നവർ നന്ദി പറയും. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ തന്നതിന് അവർക്ക് നന്ദി പറയാം. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് കർത്താവ് വരുന്നത്. ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്, കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ചതെന്ന് വെച്ചാൽ കർത്താവിന്റെ വചനം നമ്മൾ സംസാരിക്കും നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ് വി ഹാവ് ടു ഫേസ് വൈൽ പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്, വേർഡ് ഓഫ് ദ ലോർഡ്, ആൻഡ് വേ ടു ഓവർകം ദീസ് ഒബ്സ്റ്റക്കിൾസ്. അതാണ് പറഞ്ഞത്. അപ്പം കർത്താവിന്റെ വേലയിൽ പറഞ്ഞാൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളും ഈ തടസ്സങ്ങളെ പരാജയപ്പെടുത്തുവാനുള്ള വഴികളും. പിന്നെ തടസ്സങ്ങൾ നമ്മൾ ഒത്തിരി തടസ്സങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് നമുക്ക് ഫിയർ, നമുക്ക് ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് കർത്താവിന്റെ വചനം, ദൈവവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ സംസാരിക്കുന്ന അറിയത്തില്ലാത്ത നമുക്ക് പേടി വരും. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഇന്റിമിഡേഷൻ. പ്രൈസ് ലോർഡ്. രണ്ടാമത് ഇന്റിമിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ഭീഷണിപ്പെടുത്തുന്നു, മറ്റുള്ളവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു. പ്രൈസ് ലോർഡ്. മൂന്നാമത്തെ കാര്യം ഒബീഡിയൻസ്. പ്രൈസ് ലോർഡ്. രണ്ടാമത്തെ കാര്യം ഇന്റിമിഡേഷൻ. മൂന്നാമത്തെ കാര്യം ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അതാണ് പറയുന്നത്. നമുക്ക് ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ. ഇത് എങ്ങനെ തുടങ്ങുമെന്ന്, എവിടെ അവസാനിപ്പിക്കും, അപ്പൊ ഇവിടെ നമുക്ക് ബൈബിളും കാര്യമായിട്ട് അറിയത്തില്ല. പല പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ ഈ അന്ധകാര ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധ്യതകൾ ഒത്തിരി ഉണ്ട്. ഇപ്പൊ നാലാമത്തെ കാര്യം ഇഗ്നോറൻസ്. മറ്റുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മളെ പരിഗണിക്കാത്ത അവസ്ഥ, എല്ലാവരും തള്ളിക്കളയുന്ന അവസ്ഥ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിക്കാതെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ഒരു മ്ലേച്ഛമായ രീതി കണ്ട് അതിനെ തള്ളിക്കളയുന്ന അവസ്ഥ. പ്രൈസ് ലോർഡ്. നാലാമത്തെ കാര്യം അരഗൻസ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമുക്ക് നമ്മളോട് തന്നെ കർത്താവിന്റെ വചനം പ്രസംഗിച്ച് കഴിയുമ്പോൾ, പ്രൈസ് ലോർഡ്, പ്രസംഗിക്കുന്ന അവസരത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഹങ്കാരം തോന്നുന്ന അവസ്ഥ. പ്രൈസ് ലോർഡ്. അപ്പം ഇതിനൊക്കെ നമുക്ക് ഇതാണ് തടസ്സങ്ങൾ. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന തടസ്സങ്ങൾ. മെയിനായിട്ട് തടസ്സങ്ങൾ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ, രണ്ടാമത്തെ ഇഗ്നോറൻസ്, പിന്നെ നമുക്ക് ഫിയർ. പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു വ്യക്തിയും നമ്മളെ സഹായിക്കാണ്ട് കാണത്തില്ല. കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പം മിക്കവാറും സ്ഥലങ്ങൾ ഒരു വ്യക്തിയും നമ്മളെ സഹായിക്കാൻ കാണത്തില്ല. നമ്മൾ തന്നെ മുന്നോട്ട് പോയി പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. റൈറ്റിലോ. ഞാനൊക്കെ പല സിറ്റികളൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ ഒരു വ്യക്തിയും ഒരാൾക്കാർ വേരെയും സഹായിക്കാനായിട്ടില്ല. റൈറ്റിലോ. അനേക മാസങ്ങൾ, റൈറ്റിലോ, വർഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തന്നെ പോയി കർത്താവിനെ പ്രവേശിച്ചു. പക്ഷെ സ്റ്റേറ്റുകളിൽ ചെന്ന് കഴിയുമ്പോൾ കർത്താവ് ആൾക്കാരെ കണക്ട് ചെയ്ത് തരുവായിരുന്നു. അത് അന്നും ഇന്നും. അപ്പൊ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർക്ക് കർത്താവ് ഞാൻ സ്തോത്രം, ഇന്നത്തെ ദിവസത്തെ അവസ്ഥയോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് തരണം ചെയ്യാനായിട്ട്, നമ്മളെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോഴുള്ള ഈ തടസ്സങ്ങൾ നമുക്ക് എങ്ങനെ തരണം ചെയ്യേണ്ടത്? നമ്മൾ ഒരു ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ ഇതിലോ ആദ്യം ആൾക്കാർ നമ്മളെ നോക്കും, കർത്താവിന്റെ വചനം പ്രസംഗിക്കും. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നമ്മളെ എങ്ങനെയും മറ്റുള്ളവർ മുമ്പേ അവഗണിക്കാൻ ശ്രമിക്കും, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കും. അപ്പൊ ആരൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ടുണ്ടോ അവഗണന ഏൽക്കാത്ത ഒരു വ്യക്തിയില്ല. ഒന്നല്ലേ വേറെ രീതി അവഗണിക്കപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവർ മുമ്പിൽ. പക്ഷേ ഇന്നും കർത്താവിന്റെ വചനം സ്ഥിരതയോടെ പ്രസംഗിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അതില് യേശുക്രിസ്തുവിന്റെ പദ്ധതി പ്രകാരം നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെ ദൈവത്തെ അറിഞ്ഞ് ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലെ കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുന്നത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന തടസ്സങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ തടസ്സങ്ങളൊക്കെ എങ്ങനെ നമുക്ക് അതിജീവിച്ചൊക്കെ മുന്നോട്ട് പോരുവാനായിട്ട് സാധിക്കും. ഇത് ഓൺലൈൻ വായിച്ചിരുന്ന ആൾക്കാരുടെ നമുക്ക് ഒരു നിങ്ങളുടെ ശരീരത്തിലെ ഹൃദയത്തിന്റെ ഏകദേശം അടുത്ത ഭാഗത്ത് ഒരു വേദന പോലെ എന്ന് കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത, അൺകംഫർട്ടബിൾ കർത്താവ് കാണിക്കുന്നു. ഞാൻ ഒരു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവെ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവ് ആ ഹൃദയത്തിന്റെ ഭാഗം നിയർ ദ ഹാർട്ട് സൈഡ് there is
some kind of, that disturbances is happening. Then kind of, that one disorder is coming. So I'm praying to Lord right now. Somebody is having, somebody is watching right now. God is showing that one. Heavenly Father, in the name of Jesus Christ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹൃദയത്തിന്റെ അടുത്ത ചേർന്നായിട്ടുള്ള അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ യേശുവിന്റെ നാമത്തിൽ അത് ബ്രേക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയുന്ന നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഷന്തന്തബല്ല തിത്തപ്പല്ല കലറി ഇതങ്ങനെ ഷന്തത്തകല ഇൻ ജീസസ് നെയിം ഓഫ് പ്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാവും. കർത്താവ് രോഗസൗഖ്യം തരും. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന, നമ്മൾ രക്ഷിക്കപ്പെട്ട് ഇത് നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിലുള്ള തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ഓവർകം ചെയ്യാനുള്ള പറയുന്നതിന് വഴിയുടെ മുമ്പായിട്ട്, അതിനുള്ള വഴികളുടെ മുമ്പായിട്ട് പറയാനുള്ള ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെല്ലാം കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തികളാണെങ്കിൽ നമ്മളെ കർത്താവ് ഓർഡൈൻ ചെയ്ത് അയച്ചിരിക്കുന്നതാണ്. നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വംശമാണ്. പ്രൈസ് ലോർഡ്. അത് ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ വ്യത്യാസമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മെന്നെന്നോ വുമൺ എന്നോ വ്യത്യാസമില്ല. നമ്മളെല്ലാവരും പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വംശമാണ്, വിശുദ്ധ ജനമാണ്. സെപ്പറേറ്റ് ഒരു ഉടുപ്പിട്ടിട്ട് പുരോഹിതന്മാരെ വിട്ട് നടക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാം രാജകീയ പുരോഹിത വംശമായിട്ട് കർത്താവ് ഓർഡൈൻ ചെയ്തിരിക്കുകയാണ്. കർത്താവ് ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം വേസ് ടു ഓവർകം ദ ഓബ്സ്റ്റക്കിൾസ്. അതാണ് നമ്മുടെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഉള്ള ആ തടസ്സങ്ങൾ നമുക്ക് അതിജീവിച്ച് പുറത്തു വരുവാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം പ്രയറാണ്. പ്രേ ടു ലോർഡ് ഫോർ ഹെൽപ്പ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിന്റെ വചനം വായിക്കൊണ്ട് നമുക്കറിയാം, പല സ്ഥലങ്ങളിൽ നമുക്കറിയാം കർത്താവിന്റെ വചനം ഷെയർ ചെയ്തപ്പോൾ അപ്പോസ്തല പ്രവൃത്തി നമുക്ക് വായിക്കാൻ അറിയാം. ഒരേ ഒരു കാര്യമുള്ളൂ, പ്രാർത്ഥനയില്ലാതെ ഒരു വ്യക്തിക്കും ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു വരാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് ഏതെങ്കിലും പ്രശ്നത്തിന് പുറത്തു വരണമെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രയർ ലൈഫ് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അതൊന്നും ചില മത്തായി സുവിശേഷം 14 അധ്യായം 21 ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 14 വേഴ്സ് 23. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, യേശുക്രിസ്തു നമുക്കറിയാം രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഒന്ന് വായിക്കാണ്ട് ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 14 വേഴ്സസ് 23. മത്തായി സുവിശേഷം 14 അധ്യായം 23 വാക്യത്തിലെ പറഞ്ഞതെന്ന് വെച്ചാൽ, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. അതാണ്. അപ്പം കർത്താവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ശിഷ്യന്മാരുണ്ട്. കർത്താവ് 12 ശിഷ്യന്മാരുണ്ട്. പിന്നെ വേറെ 70 ശിഷ്യന്മാർ വേറെ ഉണ്ടായിരുന്നു. ലൂക്കാസ് സുവിശേഷം 10 അധ്യായം വായിക്കണം. നമുക്കറിയാം 12 ശിഷ്യന്മാരെ കൂടാതെ എക്സ്ട്രാ ആയിട്ട് കർത്താവിന് വേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. രഹസ്യ ശിഷ്യന്മാരുണ്ട്. അരിമത്യക്കാരും ജോസഫിന് രഹസ്യ ശിക്ഷണം ഉണ്ടായിരുന്നു. അപ്പം കർത്താവിന്റെ വചനം കേട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകം സൃഷ്ടിക്കും മുമ്പേ കർത്താവിന്റെ വചനം യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പേ യേശുക്രിസ്തുവിനോടൊപ്പം നിൽക്കാനുള്ള ആൾക്കാരെ കർത്താവ് തന്റെ വിശുദ്ധന്മാരെ തെരഞ്ഞെടുത്തിരുന്നു. അത് അധികാരികൾ തൊട്ട് അത് മേൽത്തട്ട് തൊട്ട് അത് ഒന്ന് സാധാരണ ലെവലിലുള്ള ആൾക്കാർ വരെ, മീൻ പിടിക്കുന്ന ആൾക്കാർ വരെ പറയുള്ളൂ. അപ്പം അതാണ് കർത്താവിന്റെ പ്രത്യേകത. ഇതാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പോ കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തന്നെയുള്ളെന്ന്. പക്ഷെ യേശുക്രിസ്തുവിനോട് പോലെ തന്നെ, പ്രൈസ് ദി ലോർഡ്, നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് കർത്താവ് ഒരു വിഭാഗം ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ആ ആൾക്കാർ നമ്മോടൊപ്പം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറങ്ങരുത്. നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമ്മൾ ഉറങ്ങാതെ ഉണർന്നിരുന്ന് നമ്മൾ ദൈവവേല ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർത്താവിന്റെ പ്രവൃത്തി കണ്ടിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് വരെ നമ്മളിലേക്ക് അടുപ്പിക്കും. അങ്ങനെ ചെയ്യണം. അപ്പൊ കർത്താവിന് ചോദിക്കും, കർത്താവിന് വേല ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് അയ്യോ ഞാനോട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണക്ട് ചെയ്ത് തരണം എന്ന് കർത്താവ് എങ്ങനെ കണക്ട് ചെയ്യും? അത് നിങ്ങൾ ആരാന്ന് കർത്താവ് യേശുക്രിസ്തു നിങ്ങൾ ആരാന്ന് ഈ ലോകം അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഞാൻ താമസിക്കുന്ന പോർട്സ്മൗത്ത് സിറ്റി സെന്ററിൽ, പോർട്സ്മൗത്തിൽ. ഇവിടെയുള്ള സകലമാനം മുസ്ലിം ജനങ്ങൾക്ക് തന്നെ അറിയാം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പം ഇംഗ്ലീഷുകാർക്കും അതേപോലെ തന്നെ ഏഷ്യൻസ്, അതുപോലെ മുസ്ലിം ബന്ധപ്പെട്ട ആൾക്കാർക്ക് അവർ പറയുന്നത് ഞാൻ വെൽ ഫേമസ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ കർത്താവിന്റെ വചനം ഒന്ന് പ്രഘോഷിക്കുന്നു. അപ്പൊ എനിക്കത് അറിയത്തില്ല. അവരിങ്ങോട്ട് പറയണം, അന്നേരം ഞാൻ ചിരിക്കുന്നു. കാരണം വീടുകളൊക്കെ വല്ലാത്ത രീതിയിൽ ഫ്ലാഷായി. അപ്പം മുസ്ലിങ്ങളുടെ സമുദായത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ
ടേക്ക് വിലക്ക് ചെന്ന് കഴിയുമ്പോണ്ടല്ലോ, അവർ ചിലപ്പം ഭക്ഷണം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങുവാണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ഡ്രിങ്ക് ഒക്കെ തരും. പറയും ഞാൻ കർത്താവിനെ പ്രഘോഷിക്കുന്നു. അവരവരുടെ വിശ്വാസം നിൽക്കുമെങ്കിൽ തന്നെയും അവർക്ക് ആ ബൈബിളിനോട് റെസ്പെക്ട് ഉണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അങ്ങനെയാണ് ഞാൻ കണ്ടെത്തിയെങ്കിൽ. ചിലർ തള്ളിക്കളയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് അതിനോട് റെസ്പെക്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ നമ്മോട് ഉള്ള ആൾക്കാരെ കർത്താവ് നമുക്ക് കണ്ടു തരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു വരുന്ന, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി. പക്ഷെ യേശുക്രിസ്തുവിനെ കൂടെ നിൽക്കാൻ ലോക സൃഷ്ടിക്ക് മുമ്പേ പിതാവായ ദൈവം യേശുക്രിസ്തുവിനോടൊപ്പം വേണ്ടി 12 ശിഷ്യന്മാരെ ഈ ലോകത്തിലേക്ക് അയച്ചിരുന്നു. പത്രോസ് തുടങ്ങി യൂദാസ് കറിയാത്ത വഴിയായിട്ട്. അതുകൂടാതെ നമുക്കറിയാം, ലൂക്കാസ് വിശേഷം 10-ാം അധ്യായത്തില് 70 ശിഷ്യന്മാരെ കർത്താവ് ഈ 2 പേരായിട്ട് സിറ്റി ടു സിറ്റി കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനായിട്ട് കർത്താവ് അയച്ചിരുന്നു. പ്രൈസ്. അപ്പൊ ശിഷ്യക്കണം കർത്താവിനോട്. പിന്നെ യേശുക്രിസ്തു മരിച്ച സമയത്ത് അരിമത്തിയക്കാരൻ ജോസഫിന്റെ കല്ലറയിലാണ് കർത്താവിനെ അടക്കിയത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം തൊട്ട് അവസാനം വരെ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് കർത്താവിന്റെ അഭിഷിക്തന്മാരെ കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി ഒരുക്കിയിരുന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കർത്താവ് എന്നോട് പറയാണ്, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, ഞാനോ ലോക അവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കാം. അതാണ് ദിസ് ഈസ് കമാൻഡ്മെന്റ് ഓഫ് ദിസ് ഈസ് പ്രോമിസ് ഓഫ് ദ ലോർഡ്. ദിസ് എ പ്രോമിസ് വേർഡ്. പ്രോമിസ് വേർഡ് കനോട്ട് ബി ചേഞ്ച്. അതാണ് അബ്രാഹത്തിലൂടെ പ്രോമിസ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും അത് യേശു ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് ഫുൾഫിൽ ചെയ്യും. അതാണ് അബ്രാഹത്തിന്റെ പ്രോമിസ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് ഒരു പ്രോമിസ് പറഞ്ഞ്, ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളായിക്കോട്ടെ, നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ എതിർക്കും, മറ്റുള്ളവർ നമ്മളെ ഭീഷണിപ്പെടുത്തും. ചിലപ്പോൾ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് നമ്മളെ അവഹേളിക്കാനായിട്ട് വരും. ചിലപ്പോൾ നമ്മളെ പ്രോസിക്യൂഷനായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കഴിഞ്ഞാൽ നമുക്കറിയാം, ചില രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലൊക്കെ ഞാൻ പേപ്പർ വായിച്ചു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ കർത്താവിന്റെ വചനം പ്രസംഗിച്ച വഴിയായിട്ട് 5 വർഷം ജയിൽവാസം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഈ പ്രാകൃത നിയമം മാറാനായിട്ട് നമുക്ക് കർത്താവ് പുതിയ ഭരണാധികാരികളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിയമങ്ങൾ മാറ്റി എഴുതപ്പെടട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ താമസിക്കുന്ന രാജ്യത്ത് UK-യിൽ ഇവിടെ നമുക്ക് ഫ്രീഡം ടു പ്രീച്ച് ദ ഗോസ്പൽ എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട്. നമുക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനുള്ള, മറ്റുള്ളവരോട് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ഫ്രീഡം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് തടസ്സം നിൽക്കുന്ന ആൾക്കാരെ ഭരണാധികാരി ആണെങ്കിലും കർത്താവ് മാറ്റട്ടെ, നിയമങ്ങൾ മാറ്റി എഴുതപ്പെടട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ ഹിതമാണ് ഈ ലോക അവസാനത്തിന് മുമ്പായിട്ട് എല്ലാ ജാതികളിലും എല്ലാ ദേശത്തും കർത്താവിന്റെ വചനം എത്തണമെന്ന് ദൈവത്തെ വിശുദ്ധാത്മാവ് ഓൾറെഡി കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞാല് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യേശുക്രിസ്തു ശിഷ്യന്മാരുണ്ട്. പക്ഷെ ശിഷ്യന്മാരുണ്ടെങ്കിൽ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരെയാണ്. ഈ 3 പേരെ കർത്താവ് താബോർ മല വെച്ച് കർത്താവ് ട്രാൻസ്ഫിഗറേഷന്റെ സമയത്ത്, രൂപാന്തരപ്പെട്ട സമയത്ത് പത്രോസ്, യാക്കോബ്, യോഹന്നാനെ കർത്താവ് കൂട്ടിക്കൊണ്ട് പോയിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട 12 ശിഷ്യന്മാരിൽ ഒരു ഇന്ന ചേംബർ പോലെയുള്ള ഒരു ശിഷ്യന്മാരാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ. ഹല്ലേലൂയ. അപ്പൊ അവരെ വേരിയും കൂട്ടാതെയാണ് കർത്താവ് മത്തായി സുവിശേഷം 14-21 ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 14:23 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 1:24, 25 and 32. I like to read that one. ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ സമയത്ത് വെച്ചാല് എന്താ പറഞ്ഞാല് 24-ാം വാക്യം പറഞ്ഞ്, ശിഷ്യന്മാരെല്ലാം പടയിലായിരുന്നു. നമുക്കറിയാം, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം 25-ാം വാക്യം പറഞ്ഞ്, രാത്രിയിലെ 4-ാം യാമത്തിൽ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. 4-ാം യാമം എന്ന് വെച്ചാൽ വെളുപ്പിന. ആ 4-ാം യാമത്തിൽ ഭയങ്കര പ്രത്യേകതയാണെന്ന് വെച്ചാൽ, നമ്മള് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യങ്ങൾ സാധിക്കുന്ന സമയമാണ് യാത്രയിലെ 4-ാം യാമങ്ങൾ. എന്നുവെച്ചാൽ 3 to 6, 3, 4, 4, 5, 6, 3 to 4, 4 to 5, 5 to 6. ആ 3 മണിക്കൂർ, 4, 5, 6, ഈ 3 മണിക്കൂർ നമ്മള് രാത്രിയിലെ ആ 3 മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഉറങ്ങുന്ന ടൈമിലാണ്. ഈ സമയത്താണ് അന്ധകാര ശക്തികള് കർത്താവിന്റെ അഭിഷിക്തന്മാരെ തടയാനായിട്ട്
ഏതൊക്കെ പ്ലാനുകൾ ചെയ്യുന്ന ആ പ്ലാനിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാനിങ്ങിൽ എക്സിക്യൂട്ട് ചെയ്ത് തകർക്കാനായിട്ട് ഈ ഈവിൾ സ്പിരിറ്റിനെ വിട്ടിട്ട് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ പറ്റുമോ. ചിലപ്പോൾ ആ സമയത്ത് ഹാർട്ട് അറ്റാക്ക് നടക്കും, ചിലപ്പോൾ മരണങ്ങൾ നടക്കാം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഈ സമയത്ത് മരണങ്ങൾ സംഭവിക്കാം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം ഈ കർത്താവിന്റെ അഭിഷിക്തന്മാർക്ക് ഏതൊക്കെ രീതിയിൽ പ്രൈസ് ലോർഡ് അനർത്ഥങ്ങൾ അന്തായശക്തിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഈ സമയത്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഏറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വലിയൊരു നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാന്റെ പ്രത്യേക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാണ്ട് പറ്റും. വെളുപ്പിന് 3 മണി തൊട്ട് 6 മണി വരെ പ്രൈസിലോ കല്ലിയ. അപ്പൊ എന്നെ കളിക്കുന്ന എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വെളുപ്പിന് 3 മണി തൊട്ട് 6 മണി വരെയും പ്രാർത്ഥിക്കുക. 3 to 4 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതല്ലോ. വെളുപ്പിന് 3 AM to 4 AM എന്ന് വെച്ചാൽ ദ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ടു ഗോഡ് എന്ന് പറയുക. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്. ദാറ്റ് ഹോട്ട് ലൈനിന്റെ ടൈമാണ് വെളുപ്പിന് 3 മണി തൊട്ട് 4 മണിയുള്ള ടൈം. അത് പിന്നീട് അതിനെപ്പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കും. 4 മണി 5 മണി 5 മണി 2 മണി. പക്ഷെ അതിൽ 3 മണി to 4 മണിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന ടൈമാണ്. ആ സമയമാണ് ഡയറക്റ്റ് ഹോട്ട് ലൈൻ. നമ്മൾ കർത്താവുമായിട്ട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു ഡയറക്റ്റ് ഹോട്ട് ലൈനാണ് നമുക്ക് 3 മണി തൊട്ട് 4 മണി വരെയും. ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളെ കുറിച്ച് പിന്നീട് ഷെയർ ചെയ്യേണ്ടായിരിക്കുന്നു. ഇത് കർത്താവിന്റെ രാത്രിയുടെ 4-ാം യാമത്തില് എല്ലാവരും കിടന്ന് ഉറങ്ങിയ സമയത്താണ് അന്ധകാശികൾ ഈ ബോട്ടിലുണ്ടായിരുന്ന ശിഷ്യന്മാരെ മൊത്തവും പിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് ലോക സൃഷ്ടിക്കുമ്പോൾ വിളിച്ച് വേർതിരിച്ച ശിഷ്യന്മാരെ തകർക്കാനായിട്ട് വലിയ കാറ്റും അതുപോലെ പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം അങ്ങോട്ട് അവിടെ വരികയുണ്ടായി. ഇത് പറഞ്ഞു വെച്ചാൽ രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. പ്രൈസോ അവർ പടയിൽ അപ്പൊ അതാണ് പിന്നെ തുടർമാനായിട്ട് നമുക്കിടെ യേശുക്രിസ്തു പടയിൽ വന്നു. പ്രൈസിലോ അത് തുടർമാനായിട്ട് കാറ്റും അതുപോലെ തന്നെ ആ ദേശശക്തികൾ നമുക്കൊരു ഒരു വലിയൊരു സാധാരണ ഒരു ക്വൈറ്റ് ആയിട്ട് വന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പറഞ്ഞാൽ ആൻഡ് വെൻ ദേ ഗോട്ട് ഇൻ ടു ദ ബോട്ട് ദ വിൻഡ് സീസ്ഡ്. അതാണ് നമുക്കറിയാം. തിരമാലകളും കാറ്റും എല്ലാം യേശുക്രിസ്തു പടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് അമരയുണ്ടായി. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പ്രാർത്ഥിക്കണം. വ്യക്തികളെ നമ്മൾ കേന്ദ്രീകരിച്ച് ടാർഗറ്റ് ചെയ്യാനായിട്ട് പോകരുത്. ഏതൊക്കെ പ്രശ്നങ്ങൾ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ അതിൽ ഏറ്റവും പ്രശ്നങ്ങൾ എന്നത് നമ്മൾ അനേകം ആൾക്കാർ ചിന്തിക്കുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ പുറകെ പോകും. വാസ്തവത്തിൽ വ്യക്തികളല്ല നമുക്കെതിരെ പ്രവർത്തിക്കുന്നത്. അവരിലൂടെ പ്രവർത്തിക്കുന്ന സത്താനീയ ശക്തികളെതിരെ വ്യക്തികൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നില്ല. വ്യക്തികൾ നമുക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവരെല്ലാം നമുക്കെതിരെ പ്രവർത്തിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ തിങ്കിങ് that whenever you are facing the troubles in your life, the persecutions in your life, you are thinking that it is coming from these kind of people. These kind of people cannot do anything against your life. That means certain evil spirit are doing through them against your life. This is what is happening in your life. Praise the Lord. Hallelujah. What you have to do it, you don't need to do anything against this kind of people, the people, those who are prosecuting your life. What you have to do it, we have to cast out, break the power of the evil spirit altar. Praise the Lord. Hallelujah. We have to pray in spirit and cast out the demons and that one destroy all the evil spirit altar in Jesus' name. Praise the Lord. In the spiritual realm, this is what you have to do if you are the child of God. Praise the Lord. നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കുമ്പോൾ കർത്താവ് അന്ധകാശക്തികൾ ഇഷ്ടമായി നമ്മൾക്കെതിരായിട്ട് വരും. ഞാനൊക്കെ കർത്താവിന് വചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ സ്ട്രീറ്റിൽ എത്രമാത്രം ആൾക്കാർ ശല്യപ്പെടുത്താനായിട്ട് വന്നു. സോഷ്യൽ മീഡിയ വഴിയായിട്ട് എത്രമാത്രം വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം ഹാക്കായി. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നു അവിടെയെല്ലാം അവഗണിക്കാനായിട്ട് ആൾക്കാർ വരും. ഫോട്ടോ എടുത്തിട്ട് ഫോൺ വിളിച്ചിട്ട് എനിക്കെതിരായിട്ട് പറഞ്ഞ് എന്നോടൊപ്പം ഉള്ള ആൾക്കാരെ മാറ്റി വിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ ലണ്ടൻ ഏരിയക്ക് പോയിട്ടുണ്ട്, എനിക്കെതിരായിട്ട് ലൈവ് കണ്ടിട്ടുണ്ട്, എനിക്കെതിരായിട്ട് വന്നിട്ട് എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ അതിന് വേണ്ടി തന്നെ പൈസ കൊടുത്ത ആൾക്കാരെ വിട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ കർത്താവിന്റെ വചനത്തെ അവർ അത്രമാത്രം ഭയപ്പെടുന്നു. കർത്താവിന്റെ വചനത്തെ അന്ധകാശക്തികൾ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ ടു ഓൾ ദി പീപ്പിൾ. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമുക്കൊരു പ്രയർ ലൈഫ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് രാത്രികളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ചുമ്മാതെ പ്രാർത്ഥനയല്ല, ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം അന്ധകാശക്തിയുടെ പ്രവർത്തനമാണെങ്കിലും പ്രൈസ് ദി ലോർഡ് അതെല്ലാം കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിഅഭിഷേകത്താൽ പിതാവായ ദൈവം തന്നെ അത് തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിന്റെ വേലയായിരിക്കുന്ന ആൾക്കാർ
നമുക്കൊരു പ്രയർ ട്യൂം ഉണ്ടായിരിക്കണം. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയും ഒരു ബാധി നിന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ്, നിന്റെ എല്ലാ വഴികളും നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ കർത്താവിൽ ആശ്രയിച്ചു, അസ്ഥികളിൽ നീ വാസമർപ്പിച്ചു, അതുകൊണ്ട് ഒരു ബാധ നിന്റെ കൂടാരത്തിൽ എടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നു, എല്ലാ കഷ്ടതകളിലും അവനെ വിടുവിക്കുന്ന കർത്താവ് പറയുന്നു. കർത്താവ് പറയും, ദീർഘായുസ്സോർ തന്ന് നിന്നെ തൃപ്തി വരുത്തുന്ന ദൈവത്തിന് വിശുദ്ധാത്മാ പറയുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാർ ഒരു പ്രയർ ലൈഫ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഈ പ്രശ്നത്തിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. ബിലീവ് ദാറ്റ് ഒബ്സ്റ്റക്കിൾസ് ആർ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ. ഇതാണ് ചില തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കർത്താവിന്റെ പ്ലാനാണ്. നമുക്കറിയാം, ചില ഈവിൾ സ്പിരിറ്റുകളൊക്കെ വന്ന അറ്റാക്ക്. ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ നമുക്കറിയാം അന്ധകാര ശക്തികൾ എന്ന് വെച്ചാൽ ടെറിട്ടോറിയൽ സ്പിരിറ്റ് വന്ന് ആത്മമണ്ഡലത്തിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്ത അവസ്ഥയുണ്ടായിരുന്നു. ആത്മമണ്ഡലത്തിൽ വന്ന് അറ്റാക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ആ പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോയാലും ചില സമയത്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചില സമയത്ത് നമ്മൾ ചിലപ്പം എൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഒരു സമയത്ത് ഞാൻ കർത്താവിന്റെ സർവായുധ വർഗം ധരിക്കാതെ പോയ അവസ്ഥ കർത്താവ് കാണിച്ചു തരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവ് ആയിരിക്കോ നമ്മുടെ ഈ ഹൃദയത്തിന്റെ ആ സൈഡ് വശമായിട്ട്, ചങ്കിന്റെ ആ സൈഡിലായിട്ട് ഒരു കംഫർട്ടബിൾ വരുന്നതായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഒരു അൺകംഫർട്ടബിൾ വരുന്നതായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് കാണിക്കുന്നു. എന്നെ ഈ വചനം വായിച്ച് ചെയ്യുന്ന ആൾക്കാർ, somebody is watching right now, near a heart side, you are feeling uncomfortable right now. I'm going to pray right now for the name. The second time God is revealing that one. Somebody is having right now. Heavenly Father, the name of Jesus Christ, I sprinkle the blood of Jesus Christ right now to their heart right now. All the blood circulations in everything. In the name of Jesus Christ, I declare the normal stage right now. In the name of Jesus Christ. Shabda taballati takana യേശുവിന്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥിക്കുന്നു. ജീസസ് നെയിം ഓഫ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം God bless you. ഇതെന്ന് വെച്ചാല് നമ്മൾക്കറിയാം ഹെബ്രായർ ലേഖനം 11:1 നമ്മളിപ്പം രണ്ടാമത്തെ കാര്യം പ്രശ്നങ്ങളെ നമുക്ക് പുറത്തു വരണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം, ഫെയ്ത്ത് വേണം. ഒരല്പ വിശ്വാസവും കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ദൈവത്തിന് ഇതിൽ നമ്മളെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനോട് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രശ്നത്തെ ഓർത്ത് കർത്താവിനെതിരായിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞാല് ബിലീവ് ദാറ്റ് ഒബ്സ്റ്റക്കിൾസ് ആർ ദ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ. നമ്മൾ മിനിസ്ട്രിയിലായിരിക്കും, കർത്താവിന് നമ്മളെ വളർത്താൻ ആഗ്രഹമുണ്ട്. അന്താശക്തികൾ നമുക്ക് തകർക്കാൻ ശ്രമിക്കും. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും കർത്താവ് നന്മയ്ക്കായിട്ട് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈച്ച് ആൻഡ് എവരി ഒബ്സ്റ്റക്കിൾസ്, ഈച്ച് ആൻഡ് എവരി പ്ലാൻ ഓഫ് devil, whatever it is happening against your life, in your life, sometimes you know that our God knows everything that on what is going on in your life. Praise the Lord. You should aware in that always. Praise the Lord. You have to keep it in your mind always. Our God is seeing everything what is going on in my life. Praise the Lord. അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം കർത്താവ് കാണുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഹെബ്രായർ ലേഖനം 11 അതിൽ 1 വാക്യം പറഞ്ഞതെന്ന് വെച്ചാല്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിന്റെ തുടർമാനമായിട്ട് നമുക്കറിയാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം വേണം. ജോബിന്റെ ജീവിതത്തിൽ നമുക്കറിയാം. പഴയ നിയമത്തിൽ ജോബിന്റെ ജീവിതത്തിൽ ജോബിനെല്ലാം നഷ്ടപ്പെട്ടു, കയ്യിലുള്ളതെല്ലാം പോയി, സമ്പത്ത് മൊത്തം പോയി. അതേപോലെ തന്നെ അവിടെ സ്വന്തം ഭാര്യ പേരും ജോബിനെ തള്ളിപ്പറയുന്ന അവസ്ഥ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു എങ്കിൽ തന്നെയും, മക്കളെല്ലാം നഷ്ടപ്പെട്ടു എങ്കിൽ തന്നെയും ഇത് കർത്താവ് തന്നു, കർത്താവ് എടുത്തു എന്ന് പറഞ്ഞ ജോബിന് ഉള്ളിലുള്ള വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കർത്താവ് അറിയാതെ ഒന്നും നടക്കത്തില്ല. ഇത് കർത്താവിന്റെ പ്ലാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ പ്ലാനിങ് അല്ലാതെ ഒരു കാര്യം ജോബിന്റെ ജീവിതം നടക്കത്തില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ ഡിലേ വന്നിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതെല്ലാം ദൈവം അറിയും. ചിലപ്പോൾ അതൊക്കെ അത് കർത്താവ് ദൈവമഹത്വത്തിനായിട്ട് കർത്താവ് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ജോബിന്റെ ജീവിതത്തിൽ ദൈവമഹത്വത്തിനായിട്ട് കർത്താവ് ഉപയോഗിക്കും. ജോബിന് നമുക്ക് ജോബിന്റെ പുസ്തകം 42 വായിക്കുവാണെങ്കിൽ കർത്താവ് ഡബിൾ പോർഷനായിട്ട് ജോബിന് വർദ്ധിപ്പിച്ചു കൊടുത്തു. കഷ്ടങ്ങളിൽ കർത്താവ് ജോബിനെ അത് തരണം ചെയ്യാനുള്ള കൃപ കർത്താവ് കൊടുത്തു. അത് കഴിഞ്ഞ് കർത്താവ് ഒരു ഉയർച്ചയും കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു, ദാവീദിന്റെ പുസ്തകം നമുക്ക് ഫസ്റ്റ് ക്രോണിക്കിൽ നമുക്ക് വായിക്കണം. നമുക്കറിയാം 11 വായിക്കണം, 11 വായിക്കണം നമുക്കറിയാം. ഇത് പറഞ്ഞാല് സൈന്യങ്ങളുടെ യഹോവ ദാവീദിനോടൊപ്പം ഉണ്ടായത് കാരണം ദാവീദ് സകലത്തിലും അഭിവൃദ്ധിപ്പെട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. David became great and great. Praise the Lord. David, because the Lord of hosts was with David. Praise the Lord. അതുകൊണ്ട് തന്നെ
കർത്താവ് ദാവീദിന്റെ കൂർത്തി ഉള്ള കാരണം ദാവീദ് അഭിവൃദ്ധിപ്പെട്ടു. ഇന്ന് കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ദൈവത്തിന് വിശുദ്ധാത്മാവ് പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദ ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അതാ പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായി യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെ പരാജയപ്പെടേണ്ട ആവശ്യമില്ല. ശത്രുക്കൾ ഏത് സമയം നമ്മളായിട്ട് കണ്ണൂരിട്ടും നമ്മൾ എങ്ങനെയും താർക്കാനായിട്ട് ശ്രമിക്കും. താർക്കാൻ തുടങ്ങുന്നത് നമ്മൾ കണ്ണൂരിട്ടും. പക്ഷേ നമുക്കൊരു പരിജ്ഞാനം ഉണ്ടായിരിക്കണം യേശുക്രിസ്തുവിന്. യേശുക്രിസ്തുവിന് ഇത് കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ഇത് ഈ പരീക്ഷയോട് കൂടി തന്നെ കർത്താവ് ഒരു പോക്കുവഴിയും ഉണ്ടാക്കി തരും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തെ നമ്മൾ നേരിടും. അങ്ങനെ നേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താഴ്ച നമ്മൾ പതാർക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജ്ഞാനത്തിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവീയ ജ്ഞാനത്തിൽ നമുക്ക് കർത്താവ് നമുക്ക് വളരാൻ ഇടതരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ ജ്ഞാനമല്ല, ലോകത്തിന്റെ രീതി നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. അതാണ് ഈ ലോകത്ത് മിക്കവാറും സ്ഥലങ്ങളിൽ ആത്മഹത്യ കാണുന്നത്. അനേക സ്ഥലങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നത് അവർ ചിന്തിക്കുന്ന സ്വന്തം കാര്യത്തിൽ ചിന്തിച്ചു പോയി, സ്വന്തം കാര്യത്തിൽ നോക്കിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തു വിശ്വസിക്കുന്ന ആൾക്കാര് സ്വന്തം കാര്യമല്ല, മറിച്ച് അത് പ്രശ്നം വരുമ്പോൾ അതിനോട് ചേർത്ത് കർത്താവിന്റെ കരവും കൂടെ ചേർത്ത് നമ്മൾ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ദൈവത്തിന്റെ കരവും കൂടെ ചേർത്ത് നമ്മൾ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കർത്താവ് ചെയ്യും. പിന്നെ കർത്താവ് പറയുന്നു, ദ പീപ്പിൾ ദോസ് ആർ ബിലീവിംഗ് ഇൻ ക്രൈസ്റ്റ് ജീസസ് വി ആർ ദ മോർ ദാൻ എ കോൺകറന്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മള് യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തെ നമ്മൾ ജയാളികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു, തുടർമാനായിട്ട് വേറെയും കർത്താവ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും വലിക്കത്തില്ല എന്ന് കർത്താവ് പറയും. ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെതിരെ എത്രമാത്രം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അത് കർത്താവിന്റെ വചനത്തെ പ്രതിയാണ്. വചനത്തെ പ്രതി നമുക്കെതിരെ, കർത്താവിന്റെ വചനത്തെ പ്രതി നമ്മളെ ഒരാൾ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെയല്ല തകർക്കാൻ ശ്രമിക്കുന്നത്, മറിച്ച് ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെതിരെ അവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതാണ് കർത്താവ് പറയുന്നത്, ഐ വിൽ ഫൈറ്റ് ഫോർ യു, ഐ വിൽ ഡിസ്ട്രോയ് യുവർ എനിമീസ്. അതാണ് കർത്താവ് പറയുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുമെന്ന് കർത്താവ് പറയും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ഇവ വേലയിരിക്കുന്ന ആൾക്കാർ ഒരു കാര്യത്തിലോട്ടും ബുദ്ധിമുട്ടാണ്. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റുകളൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോകും. ചിലവൊന്നും ഒത്തിരി ആൾക്കാർ വരും, ചിലവൊന്നും ഒരു വ്യക്തിയില്ല. ഞാൻ ചിന്തിക്കേണ്ടത് ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ ഉള്ളു. ഹല്ലേലൂയ. എങ്ങനെ ഈ കർത്താവിന്റെ വചനം തന്നെ പ്രസംഗിച്ച് ഞാൻ മുന്നോട്ട് പോകും? ഒരു വ്യക്തി ഇല്ലെന്ന് ദൈവത്തിന് ഈ അന്ധകാര ശക്തികൾ മനസ്സിൽ ചിന്തിപ്പിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും, നീ തന്നെയല്ല ഉള്ളത്, വി ആർ വിത്ത് യു. പ്രൈസ് ദി ലോർഡ്. ഓൾ ദ ഹെവൻലി ഏഞ്ചൽസ് ആർ വിത്ത് യു ജോളി, യു ആർ നോട്ട് അറ്റ് ലോർഡ്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈസ്റ്റ് പോകുന്ന സ്ഥലത്തൊരു മഴയുള്ള സ്ഥലമാണ്. അത് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോകുന്നു. പല സ്ഥലങ്ങളും പോയിട്ടുണ്ട്. അപ്പോൾ 500-600 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോയി സ്കോട്ട്ലൻഡിലേക്ക്. അവിടെ ആദ്യ ഘട്ടം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോയ സ്ഥലങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒത്തിരി ആൾക്കാരെ കർത്താവ് സ്ട്രീറ്റുകളിൽ കൂടെ കർത്താവ് കണക്ട് ചെയ്തത്. പിന്നത്തെ പ്രാവശ്യം ആ സ്കോട്ട്ലൻഡിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിറഞ്ഞ ആൾക്കാരാണ് കർത്താവിനെ പ്രവേശിക്കുന്നത്. ഏതൊക്കെ സിറ്റികളിൽ ഞാൻ ആദ്യം പോയിട്ടുണ്ട്, അവിടെയൊക്കെ ഒറ്റയേ ഉള്ളൂ. പിന്നീട് ചെല്ലുമ്പോൾ കർത്താവ് അവിടെ ആ വിതയിൽ കർത്താവ് അവിടെ ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അനേകം ആൾക്കാരെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാണ്ട് കർത്താവ് ഏൽപ്പിച്ചുമാണ്. വളരെ വാച്ചിന്ന് ആൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാല് ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഈസ്റ്റ് പോകുന്ന സ്ഥലത്ത് കർത്താവിനെ പ്രവേശിക്കും. ഈസ്റ്റ് സസെക്സ് കർത്താവിനെ പ്രവേശിക്കാനായിട്ട് പോയി. അപ്പൊ ആ പ്രവേശിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ ആള് വന്നില്ല. കർത്താവിനെ പ്രവേശിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാർ എന്നോടൊപ്പം വരാന്ന് പറഞ്ഞ ആൾക്കാർ അവർക്ക് എന്തോ ഒരു അസ്വസ്ഥത കൊണ്ട് അവർ വന്നില്ല. അപ്പൊ അവര് വിചാരിച്ച് ഞാൻ പോയാണ്. ഞാൻ വണ്ടി ഓടിച്ച് അവിടെ പോയി, അവിടെ പോയി കർത്താവിനെ പ്രവേശിച്ചു. അവിടെ ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെട്ട ഒത്തിരി ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. ഒത്തിരി ആൾക്കാർ രക്ഷയിലേക്ക് വന്നു അവിടെ ആ ഈസ്റ്റ് പോകുന്ന സ്ഥലത്ത്. ഹല്ലേലൂയ. നമ്മളല്ല ഉള്ളത്, നമ്മൾ തന്നെയല്ല പറഞ്ഞത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അപ്പൊ ഞാൻ തന്നെ ഉള്ളതെന്ന് വിചാരിച്ചു ദൈവത്തിന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ എത്ര മണിക്കൂർ പോയായിരുന്നു? അപ്പൊ 4 മണിക്കൂർ 8 മണിക്കൂർ വണ്ടി ഓടിച്ചു. 7.5 മണിക്കൂർ. അപ്പം ആ സമയത്ത് തന്നെയല്ല ഉണ്ടായിരുന്നുള്ളതെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ ആയിരിക്കെ ഒരു 75 മൈല് വണ്ടി ഓടിക്കാനായിട്ട് എന്തിനാ ബുദ്ധിമുട്ടുന്നത്? എന്നോട് പോകാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. അത് വലിയൊരു ഉണർവ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമ്മളെ ഒരിക്കലും ഒറ്റയ്ക്ക് ആക്കത്തില്ല. ചിലപ്പം സാഹചര്യങ്ങൾ നമ്മൾ ഒറ്റയാന്ന് ചിന്തിക്കും. അപ്പം ഇന്ന് കണ്ട്
ഹായ് പറഞ്ഞ ആൾക്കാർ നമ്മോടൊപ്പം ചിലപ്പോൾ നാളെ കാണത്തില്ല. അതോർത്ത് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മളായിട്ട് ഒരു കണക്ട് ചെയ്ത് തന്നിട്ടില്ല. നമ്മളായിട്ട് കണക്ട് ചെയ്ത് തന്ന ആൾക്കാർ നമ്മോടൊപ്പം തന്നെ ഇരിക്കുക തന്നെ ചെയ്യും. അവർ മാറ്റപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മള് വിശ്വസിക്കണം. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് കർത്താവിന് നമ്മളെ കരകയറ്റാൻ പറ്റുമെന്ന് നമ്മളെ വിശ്വസിക്കുക. അതാണ് അബ്രാഹത്തിന്റെ വിശ്വാസം. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അബ്രാഹം കർത്താവിൽ വിശ്വസിച്ചു. അത് അബ്രാഹത്തിന് നീതിയായിട്ട് കണക്കിട്ടു. പിന്നെ നമുക്കറിയാം പൗലോസിന്റെ വിശ്വാസം. നമുക്കറിയാം കാരാഗ്രഹത്തിൽ കിടന്ന അവസരത്തിലും ഈ ദൈവത്തിന് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് പൗലോസ് വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ നമുക്കറിയാം ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനമൊക്കെ കുലങ്ങി. ആ കാരാഗ്രഹ പ്രമാണി വേലിയും ദൈവത്തെ രക്ഷകനായിട്ട് സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് പ്രതിസന്ധി ഘട്ടത്തില് കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം ഉണ്ടായതല്ല. കർത്താവ് അറിയാതെ ഒരു വരൾച്ച ഉണ്ടാകത്തില്ല. ആ വരൾച്ചയിലൂടെയും കർത്താവ് നമുക്ക് ഒരു പോക്കുവഴി തുറന്നു തരും. അത് നമ്മൾ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, വിശ്വസിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് പറഞ്ഞത്, സിംഹക്കുട്ടികളെ ഇരകിട്ടാതെ അല്ലെങ്കിൽ കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ലെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കർത്താവിന്റെ വേലയിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒബീഡിയൻസ് വേണം. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഫോളോ ദ കമാൻഡ്സ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കാ 10:1 നമുക്കറിയാം കർത്താവ് 70 പേരെ കർത്താവിന് 12 ശിഷ്യന്മാരെ കൂടാതെ 70 ശിഷ്യന്മാരുണ്ടായിരുന്നു. കർത്താവ് ആ 70 ശിഷ്യന്മാരെയും ഓരോരുത്തർ 2 പേരെ വെച്ച് സിറ്റി ടു സിറ്റി, ഒരു പട്ടണത്തിൽ വേറെ പട്ടണത്തിൽ കർത്താവിന് വചനം പ്രസംഗിക്കാൻ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുന്നതെന്ന് വെച്ചാല് ലൂക്കാ സുവിശേഷം 10:1 അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി 2 അയച്ചു. അവരോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകിയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നതെന്ന് അവരോട് പറയുവിൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശിശുമാരോട് കർത്താവ് കമാൻഡ്മെന്റ് കൊടുക്കുന്ന രോഗികളെ സൗഖ്യപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പറയണം. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഹീൽ ദ സിക്ക് ദേർ ആൻഡ് സേ ടു ദം ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് കം നിയർ ടു യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Heal the sick. This is what the duty. This is a duty our God already. Our God gave the people, those who are born again. Our God has given to you. What you have to do it? We have to use your authority and power. Why you are getting this kind of problems when you are facing this kind of barriers when you are facing when you are preaching the gospel? The reason is, praise the Lord, when you are casting out, when you are praying for the sick, that means you are fighting against the the spiritual realm, against the devil. Praise the Lord. Hallelujah. You are fighting against the the spirit of infirmities. Praise the Lord. Because of this reason, all the devils are fighting against the gospel preachers. Praise the Lord. Hallelujah. നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അസുഖത്തിന്റെ പുറയില് അന്ധകാര ശക്തിയാണ്. ഈ അന്ധകാര ശക്തിയെ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ച് നമ്മൾ പുറത്താക്കുമ്പോഴാണ് രോഗസൗഖ്യം ഉണ്ടാകുന്നത്. ലോകത്തെ എല്ലാ രോഗങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെല്ലാം അറിയാം. നമ്മുടെ ജീവിതത്തിൽ അസുഖങ്ങൾ വരുന്ന കാര്യം മൊത്തം കർത്താവിന് അറിയാം. ഒരേ ഒരു കാര്യം, നമ്മളെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോയി എന്തായ ശക്തി നമ്മളെ പരാജയപ്പെടുത്തണം. രോഗങ്ങൾ ഉണ്ടെങ്കിലും കർത്താവ് അതിലൂടെ എല്ലാം നമുക്കൊരു വിജയം തരും. അതാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ലൂക്കാ 10:17 Luke chapter 10:17 ഇതിൽ പറയുന്നത് ആ 70 പേർ ഒബീഡിയൻ. നമുക്ക് അവര് കർത്താവ് പറയുന്ന കേട്ടു. കർത്താവ് പറഞ്ഞു ഓരോ സിറ്റികളിൽ പോയിട്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു. രോഗികളെ സൗഖ്യമാക്കാനായിട്ട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മരിച്ചവരെ ഉയർപ്പിക്കാനായിട്ട് പറഞ്ഞു. കർത്താവ് പറയാണ് ലൂക്കാ 10:17 ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന് കർത്താവ് നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങളൊക്കെ കീഴടങ്ങുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതാണ് പറയുന്നത്. അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കമാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ധകാര ശക്തികള് അത് കേട്ടനുസരിച്ച് അവിടുന്ന് വിട്ടുപോയി. അവിടെ വലിയ ഉണർവ് നടന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് കാണിക്കുന്നു. അവർ പറഞ്ഞു കഴിഞ്ഞാല് അവരോട് യേശുക്രിസ്തു അവരോട് പറയാണ്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ലൂക്കാ 10:19 Luke chapter 10:19 ഇതിൽ പറഞ്ഞ തുടർന്നാണ് കർത്താവ് പറയാണ് ആ ഒബിയുടെ അനുസരണത്തിൽ കർത്താവ് വീണ്ടും അവർക്ക് അധികാരങ്ങൾ കൊടുക്കുകയാണ്. ഇത് പറഞ്ഞാൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലവിധത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് ചെയ്യുന്ന വേല നമുക്ക് ഒബീഡിയൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണം.
ഇപ്പൊ കർത്താവിന്റെ പേര് നമ്മൾ ഒരു ദിവസം മഴയാണെന്ന് പറഞ്ഞിട്ട് കാറ്റാന്ന് കർത്താവിനെ വചനം പ്രസംഗിക്കാൻ പോയത് ഇരിക്കരുത്. ഞാനൊക്കെ ലണ്ടൻ വിചാരം കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചർച്ചിന്റെ ഒരു പാസ്റ്ററോട് വിളിച്ചിരുന്നു. പാസ്റ്റർ പറഞ്ഞിരുന്നു, അന്ന് മഴ ഇന്ന് കർത്താവിന് വചനം പ്രസംഗിക്കാനായിട്ട് ഇന്ന് എങ്ങനെയാ വരുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു കോട്ടയുണ്ടെന്ന് പറഞ്ഞു. കോട്ട ചൂടി കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. പ്രൈസല്ലോ. അപ്പം മഴയാന്ന് വിചാരിച്ച് കർത്താവിന്റെ വചനം പ്രസംഗിക്കാതെ നമ്മൾ തിരിച്ചു പോരരുത്. വി ഹാവ് ടു പ്രീച്ച് ദ ഗോസ്പൽ വെദർ റെയിൻ ഓർ വിന്റർ ഓർ സമ്മർ റെയിൻ ഓർ without rain, we have to preach rain or sunshine, whatever. We have to preach the gospel in all the days of their life. Praise the Lord. Because this is a God's commandment. The people, those who are born again, this is a commandment of the Lord for you. We have to do accordingly in your life. Praise the Lord. അപ്പൊ പറഞ്ഞാല് മൂന്നാമത്തെ കാര്യം, നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്ന എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ കർത്താവിനുള്ള സ്നേഹത്തെ പ്രതിയെ ചെയ്യുന്നു, മറ്റുള്ളവരെ കാണിക്കാനല്ല ചെയ്യുന്നു. പ്രൈസല്ലോ. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നമ്മൾ ഇന്ന് പ്രസംഗിച്ച ഒരു ബുദ്ധിമുട്ട് വന്നു നമ്മൾ ഇട്ടിട്ട് പോകും. നമ്മൾ നമ്മുടെ കർത്താവിന്റെ സ്വന്തം രക്തത്താൽ കർത്താവ് നമ്മളെ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മളെ സ്വന്തം രക്തത്താൽ കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. കർത്താവിന്റെ ശക്തിയാല് പ്രൈസല്ലോ ഇത്രയും നാളും നമ്മൾ ഒരു കുഴപ്പം കൂടാതെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് 2 ആഴ്ച മുമ്പ് ഞാൻ താമസിച്ച വീടിന് അടുത്ത് ഒരു ഭവനത്തില് പ്രൈസല്ലോ ഒരാൾ മരിക്കുകയുണ്ടായി. മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ ഞാൻ അദ്ദേഹമായിട്ട് വർത്താനം പറഞ്ഞു. അപ്പൊ 1 മണിക്കൂർ ശേഷം മരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഫോൺ കോൾ വരുന്നത് അദ്ദേഹം മരിച്ചു പോയെന്ന് മണ്ടവൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു വാങ്ങിക്കും. അപ്പൊ ഞാൻ പറഞ്ഞാല് അപ്പൊ വാസ്തവത്തിൽ ഞാൻ ചെറിയൊരു ഷോക്കല്ല. അപ്പൊ ഇത്രേ ഉള്ള മനുഷ്യന്റെ കാര്യം എന്നുള്ള ചിന്ത അന്നേരം ദൈവത്തിനെ വരുത്താൻ ഓർമ്മപ്പെടുത്തി. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യം. ഇന്ന് ജീവിക്കുന്നു, ഇന്ന് ജീവിച്ച ആളെ നാളെ കാണത്തില്ല. കത്തോലിക്ക ഞാൻ ആയിരിക്കും കത്തോലിക്ക സഭയ്ക്കാണെങ്കിൽ മരിച്ചു കഴിയുമ്പോഴാണ് ഓരോരുത്തർക്ക് ആ പള്ളിക്കാർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും പൈസ ഉണ്ടാക്കാവുന്ന പരിപാടി. പൈസ കൊടുത്ത് ഒപ്പീസ് ചെല്ലുന്നു. ഒപ്പീസിന്റെ കളിയാണ് മരിച്ചുപോയ ആൾക്കാർ പൈസ കൊടുത്ത് സ്വർഗത്തിൽ കയറ്റൽ. ബൈബിളിനകത്തില്ല. അത് പറഞ്ഞാല് മരിച്ചു പോകുമ്പോഴാണ് ഒരുപാട് ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ പരിപാടി. ഇവർ തിന്ന് കുടിച്ച് ആനന്ദിക്കുന്നു. 8, 10, 40 ആണ്ടേ പ്രൈസിലോ കുർബാനകളെ പോലുള്ള വെട്ടിക്കുല്യ പൈസ അത് അവരെ ഒരുപാട് ആൾക്കാര് പ്രൈസിലോ ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു വരുമാന മാർഗമാണ് ഒരാൾ മരിക്കുന്നത്. ദൈവവചനത്തിൽ അങ്ങനെയല്ല. പ്രൈസിലോ ദൈവവചനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വേറെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാണ്ട് ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ ഒരാൾ മരിക്കുമ്പോൾ ആ മരിച്ച സമയത്ത് തന്നെ സ്വർഗവും നരകവും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രൈസിലോ അല്ലെങ്കിൽ വയൽ പറഞ്ഞാൽ മർക്കോസ് സുവിശേഷം 16 വാക്യം പറഞ്ഞ് വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവർക്ക് രക്ഷിക്കപ്പെടും, എല്ലാത്തവർക്കും ശിക്ഷാവിധിയുണ്ട്. സ്നാനം ഏൽക്കണം. പ്രൈസിലോ. അപ്പം വിശ്വാസ സ്നാനമല്ല, അല്ലാത്ത സ്നാനം ഏൽക്കണം. പ്രൈസിലോ. അങ്ങനെ ബൈബിളിനകത്ത് കാണാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു സ്നാനപ്പെട്ടു. അപ്പം അനേക ആൾക്കാർ അപ്പം മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലം എന്ന് വെച്ച് അച്ഛന്മാർക്ക് പൈസ കൊടുത്ത് കൈക്കിൽ കൊടുത്ത് കയറ്റുന്ന ഒരു സ്ഥലം വേറെ ഇല്ല പ്രിയമുള്ളത്. ഇത് വിട്ട് പോരണം. നമ്മൾ കത്തോലിക്ക സഭ എന്നൊക്കെ ഞാൻ വിട്ടിറങ്ങിയോ അവിടെ നിന്നൊക്കെ ഞാൻ പറഞ്ഞിറങ്ങി. അപ്പം മരണസമയത്ത് മരണസമയത്ത് നമുക്ക് നമ്മുടെ സ്വർഗവും നരകവും ഉള്ളൂ. മനസ്സിലോ. നമ്മള് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിത്യജീവനുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ജീവനില്ല. അതാണ്, അത്രേ ഉള്ളൂ. മനസ്സിലോ. അല്ലാതെ റെക്കമെൻഡേഷൻ ചെയ്യേണ്ട ഒരു പരിപാടിക്കും പറഞ്ഞില്ല. ഞാൻ പറയുന്നത് വെച്ചാല് നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ. നമ്മൾ ദൈവ സ്നേഹത്തെ പ്രതിയാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത്. ഇന്ന് ഞാൻ കർത്താവിന്റെ വചനം പ്രീച്ച് ചെയ്യുന്ന ദൈവ സ്നേഹത്തെ പ്രതിയാണ്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ എനിക്ക് നിത്യജീവൻ കിട്ടി. എനിക്ക് നിത്യജീവനെ തന്നു. ഇത്രയും നാളും ആരോഗ്യത്തോടു എന്നെ പരിപാലിച്ചു. സർവ്വ കഷ്ടതകൾ ഉണ്ടായിരുന്നു. അതിൽ കർത്താവ് ഈ കഷ്ടതകൾ കാണുമാറാക്കി എങ്കിൽ തന്നെയും അതിലൂടെ തന്നെ കർത്താവ് പോക്കുവഴിയും തന്ന് ഇത്രമാത്രം പരിപാലിച്ചു ദൈവം. ആ ദൈവത്തിന്റെ ശക്തിയും ആ സ്നേഹത്തെ പ്രതിയാ കർത്താവിനെ പറഞ്ഞ് ഞാൻ പ്രഘോഷിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. ദൈവമക്കൾക്ക് ഉണ്ടാകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ പ്രശ്നമൊന്നും നമുക്ക് പ്രശ്നമല്ല. ദൈവ സ്നേഹത്തെ പ്രതി അതൊരു പ്രശ്നമല്ല. ഇതിൽ നിന്നെല്ലാം നമുക്ക് കരയാനായിട്ട് പറ്റും. കാരണം ഇന്ന് കണ്ട മിസ്ട്രൈവ് നമ്മൾ നാളെ കാണത്തില്ല. ഇന്ന് നമുക്കെതിരെ കൈപൊക്കിയ ആൾക്കാരെ ഇന്ന് നമ്മൾ കാണത്തില്ല. അവർക്ക് എപ്പോഴും മരിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ഉണർന്നിരുന്ന് കർത്താവിന്റെ വചനം പ്രഘോഷിക്കും. ദീർഘായുസ്സുകൊണ്ട് കർത്താവ് നമ്മളെ സംതൃപ്തി പരത്തും. ഹല്ലേലൂയ. അതാണ് യാക്കോബ് പറയുന്ന ഫറവോന് മുമ്പിൽ പറയുന്നത്, അനേകം കഷ്ടങ്ങൾ എന്നെ കാണുമാറാക്കി എന്റെ കർത്താവ്. ഹല്ലേലൂയ. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് ദീർഘായുസ്സോടെ തന്നെ പരിപാലിച്ചു. 137 വയസ്സിലൊക്കെ യാക്കോബ് നമുക്കറിയാം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയത്ത്. അപ്പം കർത്താവ് അത്രമാത്രം കഷ്ടങ്ങൾ കാണാൻ ഇടവരുത്തി. ഒറ്റയ്ക്ക് നിന്ന് ഒറ്റപ്പെട്ട അവസരത്തില് എല്ലാം നഷ്ടപ്പെട്ട അവസരത്തില് അതിൽ നിന്നെല്ലാം കർത്താവ് പോക്ക് വഴിയുടെ യാക്കോബിന് കൊടുത്തിരുന്നു. ആ ദൈവമാണ് നമ്മുടെ ദൈവം. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഇസ്രായേലിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ
ഇന്ന് ഈ കാണുന്ന കഷ്ടങ്ങളൊന്നും നമ്മളെ ഇല്ലാതാക്കത്തില്ല. Praise the Lord. ഇതെല്ലാം നമുക്കൊരു എക്സ്പീരിയൻസ് ആവും. വരും കാലഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ തലമുറകളോടും നമുക്കും ഈ ലോകത്തോട് പറയാനായിട്ട് പറ്റും. ഇതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിശ്വസിച്ച ദൈവം നമ്മളെ ഇതിൽ നിന്നെല്ലാം എങ്കിൽ എനിക്ക് വിജയം തന്ന ഇസ്രായേലിന്റെ ദൈവം വാഴ്ത്തപ്പെട്ട ദൈവമാണെന്ന് നമ്മുടെ അതരങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ പറയാൻ ദൈവത്തെ പരിശുദ്ധമായി ഇടവരുത്തും. പ്രൈസല്ലോ ഹല്ലേലൂയ. അപ്പൊ ഞാല് അപ്പോസ്തലപ്രവൃത്തി 1:4 എല്ലാ സ്നേഹത്തെ പ്രതി അത് ഞാൻ അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പ്രൈസല്ലോ ഹല്ലേലൂയ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിച്ചു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ശിഷ്യന്മാരോടുള്ള സ്നേഹമാണ് യേശു പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഗൈഡൻസ് കൊടുക്കുവാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ലോകത്തില് ഭയം കൂടാതെ ജീവിക്കണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് വന്നേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ നിങ്ങൾ ജെറുസലേമിലും ജൂദയിലും സമരിയായിലും ലോകത്തിന്റെ എല്ലാ അറ്റങ്ങളിൽ എനിക്ക് സാക്ഷികളായിരിക്കും. നിങ്ങളെ കൊല്ലാൻ ആൾക്കാർ വരും. ന്യായസംഘത്തൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്ത് പറയണോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വായി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പറഞ്ഞാല് അതേപോലെ ഒരു ധൈര്യം അപ്പോസ്തലന്മാർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു മരിച്ച സമയത്ത് വീട്ടിൽ ഇരുന്ന യോഗ്യതന്മാരെ കൊല്ലുമെന്ന് പേടിച്ച് വീട്ടിൽ ഇരുന്ന അപ്പോസ്തലന്മാര് അവിടെ പുറത്തിറങ്ങാൻ കാര്യം വെച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടിയ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില്. That our God can get the boldest, the people, those who are born again. Praise the Lord. That only one thing our God is our God need from you and me, from your side. What our God need, you have to put one step forward. You have to respond to the word of God. We have to show some response to the word of God. This is what our God is looking. Our God need from you and me. Praise the Lord. When you are doing accordingly, our God can establish your life. Praise the Lord. Hallelujah. അപ്പൊ നമ്മൾ കർത്താവിന്റെ വചനത്തിന് വേണ്ടി നമ്മൾ സ്ഥിര ഉത്സാഹത്തോടു കൂടി കർത്താവിന്റെ വചനം പ്രവർത്തിക്കണം. തന്നെ ഉള്ളതെന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുപോകാൻ. നമ്മൾ ദിവസവും നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുക തന്നെ ചെയ്യണം. Each and every day we have to preach the gospel. Even if in between the struggles, in between the circumstances, whatever it is coming against your life, between you have to stand in the midst of them and preach the gospel in front of everybody, because our God is a God who is giving the protection in your life. Our God who is going to establish your life. This is the way we have to say from our mouth to everybody. Praise the Lord. Hallelujah. In the Bible we can also see accordingly. ഇത് പറഞ്ഞാല് 4-ാമത്തെ കാര്യം വെച്ചാല് കർത്താവ് വചനം പ്രസംഗിക്കും നമ്മൾ ബോൾഡ് ആയിരിക്കണം. ബി ബോൾഡ്. സ്പീക്ക് യുവർ വേർഡ് വിത്ത് ബോൾഡ്നെസ്. നമ്മൾ ധൈര്യത്തോടെ കർത്താവ് പറയണം. നമ്മൾ വാവുകൊണ്ട് പറയണം. 1 Peter chapter 5:7 ഇത് പറഞ്ഞ കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം ആൻഡ് ഹി കെയർ ഫോർ യു. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. 1 Peter chapter 5:7 പറയുന്നത് കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം ആൻഡ് ഫോർ ഹി കെയർസ് ഫോർ യു. We have to hand over all our difficult situations, anxieties and worries, everything in the hands of the Lord. Our God will care for you. ഇത് പറഞ്ഞാല് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേടിട്ടുകൊള്ളുവിൻ. എല്ലാ കാര്യങ്ങളും, എല്ലാ ആങ്സൈറ്റികളും വണ്ടി കൊടുക്കാൻ ഓർത്തില്ലാത്ത അവസ്ഥയാണെങ്കിലും, നമുക്ക് വഴി ട്രാവലിന് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും, ജീവിക്കാൻ ഓർത്തില്ല അവസ്ഥയാണെങ്കിലും, സ്വസ്ത്രത്തോടു കൂടി നമ്മുടെ ആകുലത എല്ലാം കർത്താവിൽ ഏൽപ്പിക്കുക അത്രേ വേണ്ടത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് പൗലോസ് പറയുന്നത്. ബുക്ക് ഓഫ് ഫിലിപ്പിയൻ ചാപ്റ്റർ 3:13-14 ഇതാണ് പൗലോസ് പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. അതാ പറയാ പൗലോസ് പറയണ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിന്നുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കാക്കി കൂടി ഓടുന്നു. പൗലോസ് പറയുവാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. I do one thing, praise the Lord, forgetting those things which are behind and reaching forward to those things which are ahead. Praise the Lord, hallelujah. A press towards the goal of the prize of the upward call of God in Christ Jesus. തുമ്പിലുള്ള മറന്നുകൊണ്ട് മുമ്പിലെ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് പൗലോസ് ഓടുകയായിരുന്നു ചെയ്തത്. ഇന്ന് കർത്താവിന്റെ വേലയായിരിക്കുന്ന എല്ലാവരും നമ്മള് പിമ്പിലുള്ള കാര്യങ്ങൾ മറക്കണം. ഇതൊക്കെ ഇന്ന് കാണുന്ന ശല്യം ചെയ്യുന്ന ആൾക്കാരൊന്നും നാളെ നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. അവർക്ക് എന്തോ ഒരു കോവിഡ് പോലെ അസുഖങ്ങൾ വന്നിട്ടോ, വൈറൽ ഫീവർ വന്നിട്ടോ, പ്രൈസ് ദി ലോർഡ് ചുവട്ടിൽ കാറ്റുകൾ വന്നിട്ടോ, എല്ലാം അറ്റാക്ക് വന്നിട്ടോ, ഏതെങ്കിലും രീതിയിൽ
അവർ ഒന്നെങ്കിൽ മാറ്റപ്പെടും, അല്ലെങ്കിൽ കർത്താവ് അവരെ ദൈവരാജ്യത്തിൽ ഉപയോഗിക്കും. അവരിന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു വന്ന ആൾക്കാരെ. നമ്മൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ സത്യസുവിശേഷമാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് ദൂതന്മാർക്ക് പേരും പ്രസംഗിക്കാൻ കർത്താവ് അനുവാദം കൊടുക്കാത്ത സത്യസുവിശേഷമാണ് കർത്താവിന് നമ്മളെ പ്രസംഗിക്കുന്നത്. യേശു എന്ന നാമം എടുക്കാൻ ദൂതഗണങ്ങൾക്ക് കർത്താവിന്റെ രക്ഷ പ്രസംഗിക്കാൻ അധികാരമില്ല. ഹല്ലേലൂയ. ഈ ദൂതഗണങ്ങളുടെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ നമ്മൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നു. അത്രമാത്രം വലിയൊരു ഡെസിഗ്നേഷൻ ആണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് പവർഫുൾ ഡെസിഗ്നേഷൻ എവർ our God is giving to his children an elected womb. What is our designation? That means that on gospel preacher, gospel preaching is should be your first designation in your life if you are a born again person. Praise the Lord. Hallelujah. ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡെസിഗ്നേഷൻ. എന്റെ ഏറ്റവും വലിയ പൊസിഷൻ ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് അതിന്റെ ആ പവർ മനസ്സിലാകത്തില്ല. നമ്മൾ മരിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കഴിയുമ്പോഴാണ്. പലരും കർത്താവിനെ അറിയാതെ മരിച്ചുപോയി നിത്യ നരകത്തിൽ ചെന്ന് ബുദ്ധിമുട്ടിയാണ്. ദൈവവചനം പ്രസംഗിക്കുന്ന നീതിമാന്മാർക്കായിട്ട് കർത്താവ് പ്രത്യേക സ്ഥലവും ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗരാജ്യങ്ങളിൽ എത്ര മനോഹരമായ സ്ഥലങ്ങളും വീടുകളും നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവിൽ ആശ്രയിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കഴിവുമാരെ പോലെ ചെറുകടിച്ചു വരും, ഓടിയാൽ തളരത്തില്ല, നടന്നാൽ ക്ഷീണിക്കത്തില്ല. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളും ആ തടസ്സങ്ങളെ ഓവർകം ചെയ്യാനുള്ള വഴികൾ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തടസ്സങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ, ഇന്റിമിഡേഷൻ, മറ്റുള്ളവർ ഭീഷണിപ്പെടുന്നത്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ, ഇഗ്നോറൻസ് ആൻഡ് അറഗൻസ്, മറ്റുള്ളവരെ അവഗണിക്കുന്ന അവസ്ഥ, പിന്നെ സ്വന്തമായിട്ട് നമുക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കും അഹങ്കാരത്താൽ ചിലപ്പോൾ നമുക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന തടസ്സങ്ങളുണ്ടാവും. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഓവർകം ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേ ടു ഓവർകം ദ ഓബ്സ്റ്റക്കിൾസ്. വി ഓൾറെഡി പ്രീച്ച്ഡ് പ്രേയർ. നമ്മൾ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. ഫെയ്ത്ത്, യേശുക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. എന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യം മൊത്തം ദൈവം അറിയാതെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒബീഡിയൻസ്, കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ഒബേ ഉണ്ടായിരിക്കും. നമ്മള് കൃത്യനിഷ്ഠയോടുകൂടി കർത്താവിന്റെ വചനം പ്രസംഗിക്കണം. ഇറക്കി വെച്ച് ഇട്ടിട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ തള്ളി പറഞ്ഞ് ഓടരുത്. നമ്മളവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് സത്യമായിട്ട് ഞാൻ വചനം പ്രസംഗിക്കുന്ന ആളാന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മളവിടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ മുമ്പിൽ ഒരു അടിയോ എന്തോ കിട്ടിക്കഴിഞ്ഞാൽ ബൈബിൾ എടുത്ത് ദൂരെ അറിഞ്ഞിട്ട് ഓടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞെന്ന് കഴിഞ്ഞാൽ നാലാമത്തെ കാര്യം ലവ്. ദൈവ സ്നേഹത്തെപ്പറിയാ ഞാനിത് ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ളവരെ പറഞ്ഞ കാര്യസാധിക്ക് വേണ്ടി അല്ല നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യം ബി ബോൾഡ്. ഞാൻ പ്രശ്നം കൊണ്ടാകുന്ന ധൈര്യത്തോടെ ഇരിക്കണം. കാരണം വെച്ചാല് ഒന്നും ഒരിക്കലും ഒരു ദോഷം നമുക്ക് വരുത്തത്തില്ല. ദൈവത്തിന് വിശുദ്ധാത്മാവോട് പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുന്ന വിശുദ്ധാത്മ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം നമുക്ക് വലിക്കത്തില്ല, ദൈവത്തിന് വിശുദ്ധാത്മാ പറഞ്ഞിട്ടുണ്ട്. അതാണ് ദ ലാസ്റ്റ് അക്സെപ്റ്റ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗികൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഓവർകം ചെയ്യാനായിട്ട് പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് തന്നെ ഓവർക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ടായിരിക്കും. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചത് പ്രയർ ടൈം. തോമസ് മാത്യു, ക്ലെയർ, ഡാനിയൽ പാസ്റ്റർ, Otupri Joy, Thomas Isaac, and James Perfect. I want to come and preach in your place. Varsha Kahar, Mini Reggie, Chino George, Ashwadi Asha, praise the Lord, hallelujah. Tosama Varghese, Claire, Bexy, Thomas Roy, Mexicurity Augustine, Peter Joy, praise the Lord, hallelujah. Brian and Claire, praise the Lord. എല്ലാവരും ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്നു. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർക്ക് കർത്താവിന്റെ യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ട്. ലോട്ട്സ് ഓഫ് പീപ്പിൾ ആർ പ്രീച്ചിങ് ദ ഗോസ്പൽ, ബട്ട് they don't know how to go forward. They are thinking, oh, I am alone. Heavenly Father, thank you for giving the boldness in their heart so that they can run extra miles for you. They can reach their destinations. Heavenly Father, I pray for each and every people right now, those who are facing the persecutions, rejections, and anxiety, and worries, depressions in their life for the sake of your gospel. Heavenly Father, thank you, God, you are sending your heavenly angels to them to get the protection in their life. Heavenly Father, sprinkle the blood of Jesus Christ right now. The people, those who are watching online, the people, those who are doing the ministry, the people, those who are having the lack of confidence, the people are having lots of troubles in their life because of the sake of gospel. Heavenly Father, as per the blood of Jesus Christ, book of Isaiah chapter 41, verses 10 to 13, you said, fear not, I will help you. Heavenly Father, thank you, God. Thank you for your sending your heavenly angels to get the hand
to the people, those who are facing the troubles in their life for the sake of the gospel. Heavenly Father, I pray for them right now, Father. In the name of Jesus, I spring the blood of Jesus right now. In the name of Jesus, I declare the powerful, the confidence in their heart by the mighty power of the Holy Spirit in their mind. Heavenly Father, once again more, I pray for each and every people right now, especially the people, those who are suffering sickness. Heavenly people are suffering the health problems, the heart problems. Heavenly Father, I pray for them right now. I sprinkle the blood of Jesus Christ right now. I bind and cast out right now all kinds of evil spirit thoughts right now. Alter in the name of Jesus Christ. In the name of Jesus Christ. യേശുവിന്റെ നാമത്തെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രാർത്ഥിക്കുന്നു. In Jesus' name. Amen. God bless you. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സെഷൻ ഇവാഞ്ചലിസത്തെ കുറിച്ച് ഇനിയും ക്ലാസ്സിൽ എടുക്കാണ്ട് ആഗ്രഹിക്കുന്നു. അത് വരുന്ന ആഴ്ച തൊട്ട് ഫെബ്രുവരി 1 തൊട്ട് നമ്മൾ പ്രത്യേക ഒരു ലേഖനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസിലോ തുടർമാനമായിട്ട്. അപ്പം എല്ലാവരും വാച്ച് ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.